പഞ്ച് ബ്രേക്കിൽ ഇന്ന് നമ്മളൊരു ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ചില്ലി ചിക്കൻ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഓമന ചേച്ചിയാണ്. ചില്ലി ചിക്കന് ആദ്യം നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. കണ്ടല്ലോ. ഇനി നമുക്ക് അതിനെ സ്ട്രൈപ്സ് പോലെ നീളത്തി അരിഞ്ഞിട്ട് പിന്നെ അതിനെ ചെറുതാക്കുക. അപ്പം ഇങ്ങനെ ഈ സൈസിലാണ് നമുക്ക് വേണ്ടത്. അപ്പം ചിക്കൻ ഒരു 500 grams ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണെന്നോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 എഗ് വൈറ്റ് മാത്രം മതിയേ, എല്ലാം പതഞ്ഞ് കയറും. അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ മൊത്തത്തിൽ വരും. അത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയാണ് നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട് നല്ലത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ല സ്പേസ് കൊടുത്ത് തന്നെ വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ ഒന്നൊന്നേൽ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ വരണം. ഇതൊരു 2 ടൊമാറ്റോ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അടിച്ചതാണ്. റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, ഇനി മൈദ ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പം ഫൈനൽ ആയിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്യാൻ വേണ്ടി സാധനമാണ്. ചിക്കൻ വറുത്ത് വെച്ചേക്കുന്നതുണ്ടോ, വെളുത്തുള്ളി ഇട്ടങ്ങ് വഴറ്റിയാൽ മതി. ഇഞ്ചി, ഉള്ളി, ചുവന്നമുളക്, പച്ചമുളക്, നമുക്ക് അര സ്പൂൺ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി കുരുമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർക്കുന്നു. ക്യാപ്സിക്കം 3 കളറിലേയും ചേർക്കുന്നു. ഇനി അതിലേക്ക് നമ്മൾ സോസ് ഒഴിച്ചു കൊടുക്കുക. ഈ സോസ് ഒന്ന് തിക്കായിക്കോട്ടെ. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടെ ഒന്ന് 2 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കും.